വിസ്റ്റം ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ +2 പാർട്ടുള്ള പരീക്ഷയ്ക്കുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസാണ് ഇന്നിവിടെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. പുതിയ ചാനലായതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് 2 ഇസ് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് അതിന് എങ്ങനെ എഴുതാം? കൊസീക്ക് ഇൻവേഴ്സ് 2 ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കൊസീക്ക് എക്സ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ കൊസീക്ക് എക്സ് 2 എക്സ് ഏത് ആംഗിളിലാണ് കൊസീക്കിൻ്റെത് 2 ആയിട്ട് വരുന്നത് നോക്കണം അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കുക എളുപ്പമാർഗ്ഗം എന്താണ്? കൊസീക്കിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഏതാണ്? റെസിപ്രോക്കൽ ഏതാണ്? സൈൻ എക്സ് ആണ്. സൈൻ എക്സ് 2ൻ്റെ റെസിപ്രോക്കൽ 1/2 ആണ്. അപ്പോൾ സൈൻ എക്സ് 1/2 വരുന്ന ഏതാണ്? എക്സ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് പറയും. അല്ലെങ്കിൽ ഏതാണ്? എക്സ് ഈസ് ഈക്വൽ ടു π/6 എന്ന് പറയും. ഇതിൽ ഏത് ഉത്തരം എഴുതിയാലും ശരിയാണ്. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? π/6 നമുക്കിവിടെ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ്. ഇവിടെ സൈൻ ഇൻവേഴ്സ് ഇല്ല, ഇവിടെ സൈൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? സൈൻ ഇൻവേഴ്സ് സൈൻ ഓഫ് 2π/3 എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളൊരു ഫോർമുല നമുക്കറിയാം, ഒരു പ്രോപ്പർട്ടി അറിയാം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ എവിടെ കിടക്കണം? ഇതെത്രയാണ്? π/2 മുതൽ -π/2 മുതൽ +π/2 വരെയാണ് സൈൻ്റെ വാല്യൂ കിടക്കുന്നത്. ഇവിടെ ഇതേതാണ് വാല്യൂ? 180 അത്രയാണ് 120 അല്ലേ. 90 -90 മുതൽ +90 വരെ ആയിരിക്കണം സൈൻ്റെ വാല്യൂ കിടക്കുന്നത് അല്ലേ. എവിടെ മുതലാണ്? -π/2 മുതൽ π/2 വരെ. π/2 മുതൽ π/2 വരെ -π/2 വരെയാണ് കിടക്കുന്ന വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഈ 2π/3 നമുക്ക് മാറ്റണമല്ലോ. അതെങ്ങനെ മാറ്റാം? സൈൻ ഇൻവേഴ്സ് സൈൻ ഓഫ് 2π/3 നമുക്ക് π-π/3 എന്ന് എഴുതാം. π-π/3 എന്ന് എഴുതാം ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എന്താണ്? π-π/3 എന്താണ്? സൈൻ π-π/3 സൈൻ π/3. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ π/3 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ π/3 ആണെങ്കിൽ ഈ റേഞ്ചിനകത്താണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എന്താണ്? π/3. ദിസ് ഈസ് ഈക്വൽ ടു π/3 ഈസ് ദ ആൻസർ. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? π/3. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോടൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈൻ ഇൻവേഴ്സ് സൈൻ 1/2. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് 1/2? വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. സൈൻ ഇൻവേഴ്സ് 1/√2. ഒന്നുകിൽ നമ്മൾ എന്താണ് എക്സ് കൊടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് സൈനിൻ്റെ ഏത് വാല്യൂ ആണ് 1/√2 നോക്കിയാൽ മതി. എത്രയാണ്? 45. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 ഈസ് ദ റൈറ്റ് ആൻസർ. ഇത്രയും എഴുതിയാൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അടുത്ത ചോദ്യം എന്താണ്? ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. എന്താണ്? നമുക്ക് ഓരോന്നിനും വാല്യൂ പ്രത്യേകം എഴുതാം. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? π/4 ആണ്. ഇനി എന്താണ്? കോസ് ഇൻവേഴ്സ് -1/2 ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. കോസ് ഇൻവേഴ്സ് -1/2 ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. അപ്പോൾ എന്തായി? കോസ് എക്സ് ഈസ് ഈക്വൽ ടു -1/2 അല്ലേ. അപ്പോൾ കോസ് എക്സ് ഈസ് ഈക്വൽ ടു -1/2 എന്ന് പറയുമ്പോൾ അത് എങ്ങനെ വന്നു? അപ്പോൾ കോസ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം. കോസ് എക്സ് അല്ല കോസ് എവിടെയാണ്? π/2 1/2 വരുന്നത്. കോസ് π/3 1/2 വരും. കോസ് π/3 ഈസ് ഈക്വൽ ടു 1/2 അല്ലേ. നമുക്കറിയാവുന്ന വാല്യൂ ആണ്. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് രണ്ട് സൈഡിലും മൈനസ് കൊടുക്കും. അപ്പോൾ മൈനസ് ഓഫ് കോസ് π/3 ഈസ് ഈക്വൽ ടു -1/2. ഇനി നമുക്ക് ഒരു ഫോർമുലയുണ്ട്. കോസ് ഓഫ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് π-x നമുക്ക് എഴുതണം. കോസ് എക്സിനെ കോസ് ഓഫ് π-x തുല്യമാണ്. അപ്പോൾ ഇതെന്ത് കിട്ടും? കോസ് ഓഫ് π - π/3.
ഈസ് ഈക്വൽ ടു -1/2. നമുക്ക് -1/2 ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇത് എത്ര കിട്ടി? 3π - π ഈസ് ഈക്വൽ ടു cos 2π/3 ഈസ് ഈക്വൽ ടു -1/2. അപ്പോൾ എന്താ കിട്ടി? ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടി? കോസ് ഇൻവേഴ്സിൻ്റെ വാല്യൂ കോസ് ഇൻവേഴ്സ് -1/2ൻ്റെ വാല്യൂ എത്രയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 2π/3. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടി. ഒന്നാമത്തെ വാല്യൂ എത്രയാണ്? π/4. രണ്ടാമത്തെ വാല്യൂ എത്രയാണ്? 2π/3. ഇനി എന്താണ്? സൈൻ ഇൻവേഴ്സ് -1/2 ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2 വരുന്നത് എവിടെയാണ്? 30 ഡിഗ്രിയിലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -π/6. അപ്പോൾ നമുക്ക് 3 വാല്യൂ കിട്ടി. ഈ 3 വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എത്ര കിട്ടും? π/4 പ്ലസ് 2π/3. ഇത് മൈനസ് ആണല്ലോ, -π/6. എത്രയാണ്? LCM 12 ആണ്. 12 LCM ആകുമ്പോഴത്തേക്ക് 12 കൊണ്ട് വയ്ക്കുമ്പോൾ ഇവിടെ 4 3 3π പ്ലസ് 4 8π -2π ഈസ് ഈക്വൽ ടു 9π ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3π/4 3/4 എന്നും പറയും. 3π/4 ഈസ് ദ റൈറ്റ് ആൻസർ. എത്രയാണ്? 3π/4. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഡൊമൈൻ ഓഫ് ദ കോസ് ഇൻവേഴ്സ് എക്സ്. കോസ് ഇൻവേഴ്സ് ചെയ്ത എക്സ് ഡൊമൈൻ എന്താണ്? ഇവിടെ എയും ബിയും ഒന്ന് തന്നെയാണ് കിടക്കുന്നത് അല്ലേ. കോസ് ഇൻവേഴ്സ് എത്രയാണ്? 0,π ആണ്. വ്യത്യാസമുണ്ട്. സോറി, ബി ആണ് ആൻസർ. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0,π. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് കോസ് ഇൻവേഴ്സ്. കോസ് ഇൻവേഴ്സ് -1/2 ഏതാണ്? കോസ് ഇൻവേഴ്സ് -1/2 എന്ന് പറയുന്നത് കോസിൻ്റെ വാല്യൂ എന്താണ്? കോസ് എക്സ് ഈസ് ഈക്വൽ ടു 1/2. മൈനസ് വരണമെങ്കിൽ രണ്ടിടത്തും മൈനസ് വരണം അല്ലേ. നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ എത്ര കിട്ടും? കോസ് ഇൻവേഴ്സ് -1/2. കോസ് 1/2 വരുന്നത് എവിടെയാണ്? π/3. സോറി, π - π/3. അതാണ് മൈനസ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു -1/2. അപ്പോൾ കോസ് ഓഫ് 2π/3 ഈസ് ഈക്വൽ ടു -1/2. ഓക്കെ, ഇനി ഏതാണ്? അപ്പം ഇനി നമുക്ക് എഴുതാം കോസ് ഇൻവേഴ്സ് -1/2 എന്ന് പറയുന്നത് 2π/3 ആണ്. 2π/3 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2 എത്രയാണ്? π/6. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 6ഉം 2ഉം വെട്ടുമ്പോൾ π/3. അപ്പോൾ എത്ര കിട്ടി? 2π + 3 എത്ര? 1 എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3π/3 ഈസ് ഈക്വൽ ടു π. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f(x). അപ്പോൾ എന്താണ് ഇവിടെ? സൈൻ്റെ നമുക്കറിയാം. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ. അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? x+1 ആണ് വേണ്ടതല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. x+1ൻ്റെ റേഞ്ച് എന്തായിരിക്കും? -1 മുതൽ 1 വരെ ആയിരിക്കും അല്ലേ. നമുക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് മാത്രമാണ് വേണ്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ 1 കുറയ്ക്കുമ്പോൾ ഇവിടെ 0 കിട്ടും. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ -2 ആണല്ലോ. -1 -2 ഇവിടെ എത്ര കിട്ടും? 0 കിട്ടും. അപ്പോൾ ഇവിടെ റേഞ്ച് എത്ര കിട്ടി? -2 to 0. അതുപോലെ സൈൻ ഇൻവേഴ്സ് √x ആണെങ്കിലോ നമുക്ക് എഴുതാം. റൂട്ടിനകത്ത് വന്നുകൊണ്ട് ലോവർ ലിമിറ്റ് -1 ആയിരിക്കത്തില്ല. എന്തുകൊണ്ടാണ്? മൈനസ് വാല്യൂ റൂട്ടിനകത്ത് വരാത്തതുകൊണ്ട് 0 മുതൽ തുടങ്ങും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു √x+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി റൂട്ട് പോകാൻ വേണ്ടി സ്ക്വയർ ചെയ്യുമ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 x+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി എന്താണ്? -1 പോകുമ്പോൾ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? -1 മുതൽ 0 വരെ നമുക്കിതിൻ്റെ
ഡൊമെയിൻ കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോട്ട് ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 + x. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാം? ഞാൻ ഒരു സിംപ്ലിഫിക്കേഷൻ ഇവിടെ ആദ്യം എഴുതി കാണിക്കാം. റൂട്ട് ഓഫ് 1 + sin x ഈസ് ഈക്വൽ ടു 1ന് വരെ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് cos² x/2 പ്ലസ് sin² x/2. 1ന് വരെ എഴുതാമല്ലോ. sin x വരെ എങ്ങനെ എഴുതാം? 2 sin x/2 ഇൻറ്റു cos x/2. sin x എന്താണ്? sin 2x 2 sin x cos x ആണ്. sin 2x ഈസ് ഈക്വൽ ടു 2 sin x cos x. അപ്പോൾ sin x എന്താവും? 2 sin x/2 cos x/2. ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞത് റൂട്ട് ഓഫ് cos x/2 പ്ലസ് sin x/2 ദ ഹോൾ സ്ക്വയർ ആണല്ലോ. a + b ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പോൾ റൂട്ടും സ്ക്വയറും പോകുമ്പോൾ ബാക്കി എന്താ കിട്ടും? cos x/2 പ്ലസ് sin x/2 എന്ന് കിട്ടും. റൂട്ടും സ്ക്വയറും. അപ്പോൾ അതിവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്ത് കിട്ടും? കോട്ട് ഇൻവേഴ്സ് 1 + sin x പകരം എന്ത് എഴുതാം? cos x/2 പ്ലസ് sin x/2 പ്ലസ് 1 മൈനസ് ആകുമ്പോൾ ഇവിടെ ഇടയ്ക്ക് മൈനസ് വരുമെന്നല്ലേ ഉള്ളൂ. cos x/2 മൈനസ് sin x/2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 + sin x എന്താണ്? cos x/2 പ്ലസ് sin x/2. ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ഓഫ് ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടി? മൈനസ് ഓഫ് 1 - sin x എങ്ങനെ എഴുതാം? cos x/2 മൈനസ് ആയിരിക്കുമല്ലോ ഇവിടെ. അപ്പോൾ മൈനസും പ്ലസ് ആയി, പ്ലസ് sin x/2. അപ്പോൾ മുകളിൽ ആരൊക്കെ പോവും? പ്ലസ് sin x/2 മൈനസ് sin x/2, താഴെ cos x/2 sin x/2. പിന്നെ മുകളിലാകട്ടുണ്ട് കോട്ട് ഇൻവേഴ്സ് 2 cos x/2 ഡിവൈഡഡ് ബൈ 2 sin x/2. 2ഉം 2ഉം വെട്ടിപ്പോയി. cos x/2 ഡിവൈഡഡ് ബൈ sin x/2 എത്രയാണ്? കോട്ട് ഇൻവേഴ്സ് cot x/2. ദെൻ കോട്ട് ഇൻവേഴ്സ് കോട്ട് എത്രയാണ്? ഈസ് ഈക്വൽ ടു x/2. അതാണ് നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വീഡിയോയാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും നിർദ്ദേശങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.